ഹലോ. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി കേട്ടോ. എന്താ ഹാപ്പി എന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഞങ്ങൾ കൊച്ചിക്ക് പോവാണ്. നാളെ എൻ്റെ ക്ലൈൻറ്റ് വരുന്നത് കൊച്ചിയിലാണ്. ക്ലൈൻറ്റ് പറയുമ്പോൾ ഈ ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഈ ലൈസൻസ് എടുത്തിട്ടും ഡ്രൈവ് ചെയ്യാതെ പേടിച്ചിരിക്കുന്ന വുമണിന് ഞാൻ ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലൈൻറ്റ് നാളെ വരുന്നത് കൊച്ചിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോവാണ്. പോയി അവിടെ എത്തി നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ക്ലൈൻറ്റിൻ്റെ പ്ലേസിലേക്ക് എന്നെ ആൾ ഡ്രോപ്പ് ചെയ്ത് തന്ന്. അപ്പോൾ ഞാൻ ക്ലൈൻറ്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിൽഷയൊക്കെ എൻ്റെ ക്ലൈൻറ്റിനോട് കൂടെ ജോയിൻ ചെയ്തിട്ട് ആൾ റൂമിലേക്ക് പോകും. അപ്പോൾ നമ്മളെ ട്രെയിനിങ് വരുന്നത് 1 day 5 hours ആയിരിക്കും. അപ്പോൾ അവരെ ഏരിയയിൽ കൂടെ അവർ പ്രിഫർ ചെയ്യുന്ന സ്ഥലത്തൂടെയൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും, പാർക്കിംഗ് റെഡിയാക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം അവരെ കോൺഫിഡൻ്റ് ആക്കിയിട്ടായിരിക്കും റിട്ടേൺ വരിക. അപ്പോൾ ആൾ വന്നു, ഞാൻ ആളെ കൂടെ ജോയിൻ ചെയ്തു. സംസാരിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ആളും ഞാൻ തമ്മിലൊരു കുറേ മുന്നേ പരിചയമുള്ള ഒരാളെ മീറ്റ് ചെയ്ത പോലെ ഇരുന്ന്. അങ്ങനെ പാർക്കിങ്ങൊക്കെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ലുലു മാളിൽ പോയി. അവിടുന്ന് പാർക്കിങ്ങൊക്കെ ചെയ്തു. കുറച്ച് കോഫിയൊക്കെ കുടിച്ച് ഞങ്ങളവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൽ അവളെ സ്റ്റോറി ഞാനും കേട്ടു, എൻ്റെ സ്റ്റോറി അവളും കേട്ടു. അപ്പോൾ ഭയങ്കര ഇൻസ്പയറിങ് ആയി തോന്നിയിട്ട്. ആൾ 19 കൺട്രീസിലൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈവിങ് അറിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് മാത്രമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് നമ്മളെ 5 hours കഴിഞ്ഞപ്പോഴേക്ക് ആൾ സൂപ്പറായി. ഒറ്റയ്ക്ക് തന്നെ ഓടിച്ച് നാളെ തന്നെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ ഫീഡ്ബാക്ക് ചോദിക്കും എടുത്തോ എന്നുള്ളത്. ഓക്കെ, ഭയങ്കര നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ രാത്രി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ലുലു മാളിലൊക്കെ കറങ്ങി കുറച്ച് പേർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. നെക്സ്റ്റ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് ബൈ ട്രെയിൻ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞാൻ നാത്തൂനെ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. വല്ല ബസ് പോവും, അങ്ങനെയൊക്കെ പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഞാനും വരാം, നമുക്കൊരു ട്രിപ്പാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ കുറച്ചും എന്താ പറയുക, എൻ്റെ വർക്കിൽ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓരോ നിമിഷവും ഞാൻ താങ്ക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താങ്ക്സ് പറയുമ്പോൾ ആളും ബ്ലഷാവും. നമ്മളെല്ലാം പറയണമല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ സന്തോഷം ഞാനിങ്ങനെ അറിയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോറം മാളിൽ തിരിച്ചു പോകുമ്പോൾ ഫോറം മാളിൽ കയറിയിട്ട് ഒരു ടീഷർട്ടൊക്കെ എൻ്റെ നല്ലൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഞാൻ വളരെ ഹാപ്പി ആയപ്പോൾ ആളും ഹാപ്പി ആയതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ റിട്ടേൺ പോകുമ്പോൾ മോനെ അവിടെ സ്കൂളിൽ ഇവിടെ ജെയ്ത്തൂനിലാണ് പഠിക്കുന്നത്. അവന് ഹോസ്റ്റലിലാണ്. അപ്പോൾ അവിടെ നിന്ന് അവനെ മീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പ്ലേസ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഒരു നാട്ടിൻപുറം, 2 സൈഡിലും വയലും നടുവ് കൂടെ റോഡൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് കണ്ട് മെല്ലെ നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ലൈസൻസ് എടുത്തിട്ടും ഡ്രൈവ് ചെയ്യാൻ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ എൻ്റെ മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങളെ പ്ലേസിൽ വരും. കോൺടാക്റ്റ് നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.